ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബയോളജിക് പോഡ്കാസ്റ്റ്. ഇന്നത്തെ വീഡിയോയിൽ യൂക്കാരിയോട്സിൻ്റെ ഒറിജിൻ, അവരുടെ എവല്യൂഷൻ, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള തിയറീസ് ഒക്കെ നോക്കാം. അപ്പോൾ ഭൂമി ഉണ്ടായപ്പോൾ ആദ്യം ഇവോൾവ് ചെയ്ത ഓർഗാനിസംസ് എന്ന് പറയുന്നത് പ്രോക്യാരിയോട്സ് ആണ്. അപ്പോൾ പ്രോക്യാരിയോട്സിൽ നിന്നാണ് യൂക്കാരിയോട്സ് ഇവോൾവ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് മെജോറിറ്റി തിയറീസും പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ നമുക്ക് യൂക്കാരിയോട്സിലേക്ക് ഡയറക്റ്റ് കടക്കുന്നതിന് മുന്നേ ആയിട്ട് പ്രോക്യാരിയോട്സ് എന്താണ്, യൂക്കാരിയോട്സ് എന്താണ്, ഇവരുടെ ഡിസിമിലാരിറ്റീസ് എന്തൊക്കെയാണ്, സിമിലാരിറ്റീസ് എന്തൊക്കെയാണെന്നൊക്കെയൊന്ന് നോക്കാം. പ്രോക്യാരിയോട്സ് എന്ന് പറയുമ്പം സിംഗിൾ സെൽഡാണ്. കാൾ വോസിൻ്റെ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് 3 ഡൊമൈൻസ് ആണുള്ളത്. ഡൊമൈൻ ആർക്കെ, ഡൊമൈൻ ബാക്ടീരിയ ആൻഡ് ഡൊമൈൻ യൂക്കാരിയ. ഇതിൽ ഡൊമൈൻ ആർക്കെ, ഡൊമൈൻ ബാക്ടീരിയ, ഇതിൽ രണ്ടിലും വരുന്ന ആൾക്കാരാണ് പ്രോക്യാരിയോട്സ്. അവരുടെ സെൽസിൻ്റെ സൈസ് എന്ന് പറയുന്നത് സ്മോളർ വെൻ കമ്പയർഡ് ടു ദാറ്റ് ഓഫ് യൂക്കാരിയോട്ടിക് സെൽസ്. ആൻഡ് ദേ ഹാവ് നോ വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ്. അവർക്ക് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ളൊരു ന്യൂക്ലിയസ് ഒന്നുമില്ല. അവരുടെ ജനറ്റിക് മെറ്റീരിയൽ സിംപ്ലി അവരുടെ സൈറ്റോപ്ലാസത്തിൽ തന്നെ പ്രസൻ്റ് ആണ്. അതൊരു മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ ഫിറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. ആൻഡ് ദേ ഹാവ് നോ മെംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗനൽസ്. സെൽ ഓർഗനൽസ് ഒന്നും മെംബ്രെയിൻ ബൗണ്ട് അല്ല. ദെൻ യൂക്കാരിയോട്സ് എന്ന് പറയുമ്പോൾ ദേ ആർ എയ്തർ യൂണിസെല്ലുലാർ ഓർ മൾട്ടി സെല്ലുലാർ. അവരുടെ ഡൊമൈൻ ഏതായിരിക്കും? യൂക്കാരിയ. ആൻഡ് ദ സെൽസ് ആർ മച്ച് മോർ കോംപ്ലക്സ് ആൻ എ പ്രൊക്കാരിയോട്ടിക് സെൽ. ഇനി ഇവർക്കൊരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഉണ്ട്. ഈ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലാണ് അവരുടെ ജനറ്റിക് മെറ്റീരിയൽ ഇരിക്കുന്നത്. ഇനി അവർക്ക് കുറേയധികം സൈറ്റോപ്ലാസ്മിക് ഓർഗനൽസ് ഉണ്ട്. ആൻഡ് ദിസ് ഓർഗനൽസ് ആർ മെംബ്രെയിൻ ബൗണ്ട്. ഇത്രയുമാണ് യൂക്കാരിയോട്സിൻ്റെ ബേസിക് ഫീച്ചേഴ്സ്. നമുക്ക് യൂക്കാരിയോട്ടിക് സെല്ലിനെയും പ്രോക്കാരിയോട്ടിക് സെല്ലിനെയും ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ ശ്രമിക്കും. ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു ഡിസിമിലാരിറ്റി എന്ന് പറയുന്നത് യൂക്കാരിയോട്ടിക് സെല്ലിൽ അവരുടെ ജനറ്റിക് ഇൻഫർമേഷൻ പ്രസൻ്റ് ആയിരിക്കുന്ന ക്രോമസോമിലാണ്. ആൻഡ് ഈ ക്രോമസോം പ്രസൻ്റ് ആയിരിക്കുന്ന എവിടെയാണ്? വിത്തിൻ ദ ന്യൂക്ലിയസ്. അതേസമയം പ്രോക്യാരിയോട്സിൽ അവരുടെ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇസ് ഇൻ ദ ഫോം ഓഫ് സർക്കുലർ DNA മോളിക്യൂൾസ്. അത് ഒരു മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള ഓർഗനലിൻ്റെ ഉള്ളിലല്ല ഇരിക്കുന്നത്, സിംപ്ലി പ്രസൻറ്റ് ഇൻ സൈറ്റോപ്ലാസം. ആൻഡ് ഓൾസോ ദി യൂക്കാരിയോട്ടിക് സെൽസ് ഹാവ് membrane bound organelles like mitochondria, chloroplast and lysosomes, while the prokaryotic cells do not have membrane bound organelles. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ. Both of them contains ribosomes. രണ്ടുപേരിലുള്ള കോമൺ ആയിട്ടുള്ള സെൽ ഓർഗനലാണ് റൈബോസോം എന്ന് പറയുന്നത്. ആൻഡ് ബോത്ത് ആർ സറൗണ്ടഡ് ബൈ പ്ലാസ്മ മെംബ്രെയിൻ. ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട സിമിലാരിറ്റി എന്ന് പറയുന്നത്. യൂക്കാരിയോട്സിൻ്റെ ഡെഫിനിഷൻ നമുക്ക് ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ തന്നെ പറയാൻ പറ്റും. എ യൂക്കാരിയോട്ട് ഈസ് എൻ ഓർഗാനിസം consisting of a cell or cells in which the genetic material is DNA in the form of chromosomes contained within a distinct membrane bound nucleus. ഇനി യൂക്കാരിയോട്ട് എന്ന് പറയുന്ന ടേം ഡിറൈവ് ചെയ്തത് ഗ്രീക്ക് ലാംഗ്വേജിൽ നിന്നാണ്. ആ ഗ്രീക്ക് വേർഡിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ട്രൂ ന്യൂക്ലിയസ് എന്നുള്ളതാണ്. It also contains membrane-bound cytoplasmic organelles, and examples of eukaryotes are animals, fungi, plants, and protists. Origin and evolution of eukaryotes നോക്കാം. ഫോസിൽ റെക്കോർഡ്സ് അനുസരിച്ച് ഏകദേശം 1.5 to 2 ബില്യൺ വർഷങ്ങൾക്ക് മുൻപാണ് പ്രോക്യാരിയോട്സിൽ നിന്ന് യൂക്കാരിയോട്സ് ഒറിജിനേറ്റ് ചെയ്തത്. A very early event in evolution appears to have been the divergence of 3 lines of descent from a common ancestor. കാൾ വോസിൻ്റെ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് ഒരു കോമൺ ആൻസസ്റ്ററിൽ നിന്ന് 3 ലൈൻസ് ഓഫ് ഡിസെൻസ് ആണ് ഉണ്ടായിരുന്നത്. അതായത് ഡൊമൈൻ ആർക്കെ, ഡൊമൈൻ ബാക്ടീരിയ ആൻഡ് ഡൊമൈൻ യൂക്കാരിയ. ഇതിൽ തന്നെ കൂടുതൽ സിമിലാരിറ്റി ആര് തമ്മിലായിരിക്കും? എന്നുണ്ട് ഈ പിക്ചർ നോക്കുമ്പോൾ അറിയാം. അതൊരു കോമൺ ആൻസസ്റ്ററിൽ നിന്ന് 2 ലൈൻസ് ആയിട്ടാണ് പിരിഞ്ഞിരിക്കുന്നത്. അതിൽ ഒരെണ്ണം ഡൊമൈൻ ബാക്ടീരിയ, ദെൻ സെക്കൻഡ് ഒരു കോമൺ പോയിൻ്റ് ആണ്. ആ കോമൺ പോയിന്റിൽ നിന്ന് 2 ഡൊമൈൻസ് ആണ് ഇവോൾവ് ചെയ്തിരിക്കുന്നത്, ഡൊമൈൻ ആർക്കെ ആൻഡ് ഡൊമൈൻ യൂക്കാരിയ. അപ്പം കൂടുതൽ സിമിലാരിറ്റി ഏതൊക്കെ ഡൊമൈൻസ് തമ്മിലായിരിക്കും? ഡൊമൈൻ ആർക്കെയും ഡൊമൈൻ യൂക്കാരിയയും തമ്മിലായിരിക്കും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. Many archaebacterial genes are more similar to those of eukaryotes than to those of eubacteria. eubacteriaനെക്കാട്ടിലും കൂടുതൽ സിമിലാരിറ്റി archaebacteriaയും eukaryoteസും തമ്മിലാണ്. This indicates that the archaebacteria and eukaryotes share a common line of evolutionary descent and are more closely related to each other than either to the eubacteria. യൂക്കാരിയോട്ടിക് എവല്യൂഷൻ റിലേറ്റഡ് ആയിട്ട് കുറച്ച് തിയറീസ് ഉണ്ട്. എൻഡോസിംബയോട്ടിക് തിയറി, സീരിയൽ എൻഡോസിംബയോട്ടിക് തിയറി. അതൊക്കെ ഞാൻ പാർട്ട് 2 വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക്